ആ പറ. സാർ ഒരാളെ റെയ്ഡ് ചെയ്യണം. ഇപ്പം തന്നെ പോകണോ അതോ കഴിച്ചു കഴിഞ്ഞിട്ട് മതിയോ? സാർ കളിയാക്കിയതാണ്. ഡോ, താൻ ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? വെറുതെ സമയം കളയാനായിട്ട്. ചെല്ല. സോറി സാർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എനിക്ക് പറയാനുള്ളത് മുഴുവൻ സാറ് കേട്ട് കഴിഞ്ഞാൽ സാർ ഉറപ്പായി അയാളെ റെയ്ഡ് ചെയ്യും. സാർ ഈ ഭക്ഷണം കഴിച്ച് കഴിയുന്ന സമയമെങ്കിലും എനിക്ക് തരാം. ശരി, താൻ പറ. തനിക്കിതൊക്കെ എങ്ങനെ അറിയാം? അന്ന് മൂസയുടെ കൂടെ മരിച്ച സുകുമാരൻ എൻ്റെ അച്ഛനാണ് സാർ. എൻ്റെ അച്ഛനെ കൊലക്ക് കൊടുത്തിട്ട് അയാൾ ഇന്നും സുഖമായി ജീവിക്കുന്നു. ഒരു നിയമം അയാളെ തൊടുന്നില്ല. ഇത്രയും നാൾ ഇതൊന്നും പറയാതെ പിന്നെ ഇപ്പം ഇതൊന്ന് പറയാനുള്ള കാര്യം എന്താ? സാർ, ഇപ്പം അയാൾ താമസിക്കുന്ന നാട്ടിലെ ബാങ്കിലാണ് എനിക്ക് ജോലി. അന്ന് മുങ്ങിയ ബട്ടനെ പിന്നീട് ഇവിടെ വെച്ചാണ് ഞാൻ കാണുന്നത്. വേറൊരു ഐഡൻറ്റിറ്റി, പലിശ ഇടപാട്, കൃഷിയൊക്കെയായി അയാൾ ലിക്വിഡ് ഫണ്ട് വെച്ചാണ് സാർ അയാളുടെ എല്ലാ പരിപാടികളും. ഇവിടെ ഇത്രയും സ്വർണ്ണമൊക്കെ കയ്യിലുള്ള ഒരാൾ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ചിലപ്പോൾ തനിക്ക് ആൾ മാറിയത് അവനും വഴിയില്ലേ? അല്ല സാർ, എനിക്ക് ഉറപ്പുണ്ട് അയാളുടെ കയ്യിൽ ഇപ്പോഴും ആ സ്വർണ്ണമുണ്ട്. സാറിനത് ബോധ്യപ്പെട്ടാൽ മാത്രം സാർ അയാളെ റെഡി ചെയ്താൽ മതി. പിന്നെ സാറിനത് പറ്റിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇത് പുറത്ത് പറയരുത്. ജീവന് കൊതികളുണ്ട് സാർ. തൻ്റെ അച്ഛനെ ഭട്ട് ചതിച്ചു കൊന്നതാണെന്ന് നുണ വിശ്വസിപ്പിച്ച് അയാളെ റെയ്ഡ് ചെയ്യിപ്പിക്കാനാണ് വിഷ്ണു അന്ന് എൻ്റെ അടുത്ത്. 1989 മൂസയുടെ അടുത്ത് നഷ്ടപ്പെട്ട സ്വർണ്ണം എവിടെയാണെന്ന് അതുവരെ ഡിപ്പാർട്ട്മെന്റിൽ ആർക്കും അറിയില്ലായിരുന്നു. എല്ലാം തീർത്തോ അയാൾ? ഇല്ലേ, അക്കൗണ്ട്സ് നോടി കൊടുത്തിരുന്ന. ഇത് 3 ലക്ഷം ഷെൽഫിൽ വെക്കേ. ഓ, നമസ്കാരം. രാഘവേന്ദ്ര ഭട്ടല്ലേ? നീ അകത്തു പോ. ഞാൻ പാർത്ഥ സാരഥി, ഇൻകം ടാക്സ് ചെയ്ത. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. റൈഡാ? എന്തിന്? നിങ്ങളുടെ ഈ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കംപ്ലൈൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം. പറ്റില്ല. വാറണ്ട് ഉണ്ടല്ലോ ഭട്ടേ, അപ്പൊ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അത്ര എളുപ്പത്തിൽ അവിടുന്ന് സ്വർണം കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അയാളുടെ കയ്യിൽ സ്വർണം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ എന്തെങ്കിലും ഒരു തെളിവ്, അതിനുവേണ്ടിയാണ് ഞാൻ തിരഞ്ഞത്. എന്താ ഇത്? ഏയ് ഓടാ. ഓക്കേ സാർ. ಈ ಪಲಹಾರ ಅಲ್ಲಿ ಕೊಡಿ. ನೀವು ಅಲ್ಲಿ ಹೋಗಿ. ഇതെവിടെ നയിക്കണം? അറിയില്ല, അക്കൗണ്ട് നോക്കണം. എനിക്ക് വേണം ഇപ്പം നിങ്ങൾ അറസ്റ്റ് ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. ഒരാഴ്ച സമയം തരും, അതിനുള്ളിൽ ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് വെച്ചാൽ അത് കാണിക്കണം. ഈ പണം കളഞ്ഞു പോയിന്ന് ഞാൻ കരുതിക്കോളാം. താൻ എടുത്തോ. അങ്ങനെ അങ്ങ് നിസ്സാരമായിട്ട് കാണല്ലേ ഭട്ടേ. ഈ നിപ്പ് അങ്ങ് ജയിലിൽ പോയി നിൽക്കേണ്ടി വരും.
ബോംബെയിലായിരുന്നല്ലേ? അല്ല, വരുന്ന വഴിക്ക് ആരോ പറഞ്ഞു കേട്ടോ. ഒരാഴ്ച കേട്ടല്ലോ. ആ റെയ്ഡ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നഷ്ടപ്പെട്ട പണത്തിനേക്കാൾ അയാൾ മറ്റെന്തിനെയോ ഭയക്കുന്നുവെന്ന്. സാറേ, റെയ്ഡൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പക്ഷെ സ്വർണം ഒന്നും കിട്ടിയതായിട്ട് ആരും പറഞ്ഞു കേട്ടില്ല. ആ പ്രതീക്ഷയും പോയി. നമ്മളാണോ ഒറ്റിയെന്ന് വട്ടറിയോ? ഇൻഫോമറെ കുറിച്ച് ഇൻകം ടാക്സ് പുറത്ത് പറയില്ല. ആ മാനേജർ ബട്ട് വിളിക്കുന്നു വീട്ടിലേക്ക്. വരി.